Peace be upon you. This podcast is from Ahia Collective. For more, please visit www.ahiacollective.com. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا من بعد وهاجروا وجاهدوا معكم فأولئك منكم وأولو الأرحام بعضهم أولى ببعض في كتاب الله إن الله بكل شيء عليم. صدق الله العلي العظيم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ കുടുംബത്തെയും കുടുംബ ബന്ധത്തെയും കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ ഖുർആൻ ടോക്കിൽ. ഖുർആൻ പറയുന്നത് മൂമിനുകളുടെ യഥാർത്ഥ ബന്ധുക്കൾ മൂമിനുകളാണ്, അഥവാ ഈമാനാണ് ബന്ധത്തിൻ്റെ അടിസ്ഥാന കണ്ണി. ഈമാൻ ഉണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങളും വൈവാഹിക ബന്ധവുമെല്ലാം അള്ളാഹുവിങ്കൽ ബാക്കിയാകും, അതങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. ഈമാൻ ഇല്ലെങ്കിൽ ഈ ബന്ധങ്ങളെല്ലാം മരണത്തോടെ അവസാനിക്കുന്ന ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങളോടൊപ്പം ജിഹാദ് ചെയ്ത ഹിജറ ചെയ്ത ആളുകളൊക്കെ ഫൗലായിക മിൻകും, നിങ്ങളിൽപ്പെട്ടവരാണ്, നിങ്ങളുടെ കുടുംബക്കാരാണ്. എന്നാൽ വഊലുൽ അർഹാമി ബഅ്ളുഹും ഔലാ ബിബഅ്ളിൻ ഫീ കിതാബില്ല, അള്ളാഹിൻ്റെ നിയമം അനുസരിച്ച്, അള്ളാഹിൻ്റെ നടപടിക്രമം അനുസരിച്ച് രക്തബന്ധക്കാർ അവർക്ക് ഒരു സവിശേഷമായ സ്ഥാനമുണ്ട്. രക്തബന്ധവും വൈവാഹിക ബന്ധവും ഉള്ള ആളുകൾക്ക് ആ ബന്ധം ഈമാനിൻ്റെ കണ്ണി കൊണ്ടാണ് ബന്ധിക്കപ്പെട്ടതെങ്കിൽ, അവർ അള്ളാഹുവിന് വേണ്ടിയാണ് നിലകൊണ്ടതെങ്കിൽ അത് ബാക്കിയാകും. എന്നാൽ അങ്ങനെ ഈമാനിൻ്റെ ഒരു ബന്ധം ഇല്ലെങ്കിൽ മരണം കൊണ്ട് അവസാനിക്കുന്ന അറേഞ്ച്മെൻറ്റ് മാത്രമായിട്ട് അത് പരിണമിക്കും. നൂഹ് അലൈഹിസ്സലാം മകനെ വിളിച്ച് പറയുന്ന സമയത്ത് അള്ളാഹുവോട് പറയുന്നുണ്ട്, വനാദാ നൂഹുൻ റബ്ബഹു, തൻ്റെ റബ്ബിനെ വിളിച്ച് നൂഹ് പറഞ്ഞു. നൂഹ് പറഞ്ഞതായിട്ടല്ല പറയുന്ന ഫഖാല റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി എന്ന, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. കുടുംബക്കാരെ അള്ളാഹു രക്ഷിക്കുമെന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നത് ഇന്ന ബിനി മിൻ അഹ്ലി, എൻ്റെ മകൻ എൻ്റെ കുടുംബമാണല്ലോ, നിൻ്റെ വാഗ്ദാനമുണ്ടല്ലോ. വ ഇന്ന വഅദക്കൽ ഹക്കു, നിൻ്റെ വാഗ്ദാനം സത്യമാണല്ലോ. വഅന്ത അഹ്കമുൽ ഹാക്കിമീൻ, നീ എല്ലാത്തിൻ്റെയും മേലെ വിധിക്കുന്നവനാണല്ലോ എന്നൊക്കെ നൂഹ് അലൈഹിസ്സലാം പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മറുപടി ഖാല യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക എന്ന, അവൻ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടതല്ല. ഈമാനില്ലെങ്കിൽ മകന് മകള് മാതാവ് പിതാവ് ഇതൊന്നും കുടുംബമായിട്ട് അള്ളാഹുവിൻ്റെ പരിഗണനയിൽ വരുന്നില്ല. ഈമാനിൻ്റെ കണ്ണി കൊണ്ട് ബന്ധിക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ ബന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ നിലനിൽക്കുന്നത്. അള്ളാഹു പറഞ്ഞു, വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയത്തുഹും ബി ഈമാനിൻ, ഈമാനുള്ള ആളുകൾ അവരുടെ കുടുംബം അവരെ പിൻപറ്റി, ഈമാനിൽ പിൻപറ്റി. വത്തബഅതുഹും ബി ഈമാനിൻ, ഈമാനിൽ അവരെ പിൻപറ്റിയാൽ അൽഹഖ്നാ ബിഹിം ദുരിയത്തഹും, ആ കുടുംബത്തെ അവരോടൊപ്പം അള്ളാഹു ചേർക്കും. അതുപോലെ മറ്റൊരിടത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത് ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ മൻ സ്വലഹ മിൻ ആബാഹിം വസ്വാജിഹിം വദുരിയാതിഹിം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് പിതാക്കളോടൊപ്പം, ഇണകളോടൊപ്പം, കുടുംബക്കാരോടൊപ്പമാണ്. ഈമാനിനാൽ കണ്ണി ചേർക്കപ്പെട്ട ഇത്തരം കുടുംബക്കാർ ആ ബന്ധത്തെ അവർ അന്ത്യനാളിലും നിലനിർത്തുന്നു. ആ ബന്ധം എല്ലാ കാലത്തും ഒരു ബന്ധമായിട്ട് നിലനിൽക്കുന്നു. ഈമാനുള്ള എല്ലാ ആളുകളും ബന്ധുക്കാരാണ്. പക്ഷേ ഭൂമിയിൽ അള്ളാഹു കുടുംബബന്ധവും രക്തബന്ധവും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തെ ഈമാനിൻ്റെ കയറുകൊണ്ട് കണ്ണി ചേർക്കപ്പെട്ടാൽ മരണം കൊണ്ട് ആ ബന്ധം മുറിഞ്ഞു പോകില്ല. ഈമാനല്ലാത്ത ബാക്കിയെല്ലാം എന്ത് ഭൗതികമായ കാര്യത്തിന് വേണ്ടിയാണ് അവരൊന്നിച്ച് നിലകൊണ്ടതെങ്കിലും അതെല്ലാം മരണം കൊണ്ട് അവസാനിക്കും. പക്ഷേ അള്ളാഹുവിലുള്ള ഈമാൻ മരണത്തിന് ശേഷം തുടരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നമ്മളിൽ നിന്ന്, നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് മരണപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകൾക്ക് നമ്മുടെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടും. വഇന്ന അഅമാലക്കും തുറദു അല അഖാരിബിക്കും, നമ്മുടെ അടുത്ത ആളുകൾക്ക് പ്രദർശിപ്പിക്കപ്പെടും. നല്ല അമലുകളാണ് അവർ കാണുന്നതെങ്കിൽ
ഫരിഹു വസ്തബ്ഷറു, അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ഹാദാ ഫളുലുക വ റഹ്മത്തുക, ഇത് നിൻ്റെ ഫളുലാണ്, നിൻ്റെ റഹ്മത്താണ്. വഅത്മിം നിഅമതക അലൈഹി, അവന് നിൻ്റെ നിഅമത്തിനെ നീ പൂർത്തീകരിച്ചു കൊടുക്കണം എന്ന് അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അതേസമയം അവർ ഒരു ചീത്ത അമലാണ് കാണുന്നെങ്കിൽ ആ സമയത്തും അവരുടെ ദുആ ഉണ്ടാകും നമുക്ക് വേണ്ടി. നമ്മുടെ കുടുംബക്കാരിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകൾ, ഉറ്റ ബന്ധുക്കളിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകൾ, അവരുടെ ഈമാൻ കാരണം അവർക്ക് നമ്മുടെ കാര്യത്തിൽ ദുആ ചെയ്യാനും നമുക്ക് ശുപാർശ ചെയ്യാനും ഒക്കെ കഴിയുന്നതാണ്. അന്ത്യനാളിലെ ശുപാർശയെക്കുറിച്ച് പറയുമ്പോൾ സഹീഹ് ബുഖാരിയിലൊക്കെ സ്വാലിഹീങ്ങൾ ശുപാർശ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നമ്മളിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ കുടുംബക്കാരിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകൾക്ക് നമ്മോട് കൂടുതൽ താല്പര്യം ഉണ്ടാകണമെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളും എന്തെങ്കിലും നന്മകൾ ചെയ്ത് അതിൻ്റെ സവാബിനെ ഹദിയ ചെയ്യാം. അവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് അതിൻ്റെ സവാബിനെ, അതിൻ്റെ പ്രതിഫലത്തെ അവർക്ക് വേണ്ടി ഹദിയ ചെയ്യാം. അതുപോലെ സ്വതക്ക ചെയ്തിട്ട് അതിൻ്റെ സവാബിനെ അവർക്ക് വേണ്ടി ഹദിയ ചെയ്യാം. ഇങ്ങനെയൊക്കെ അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് നിലനിർത്താം. അവരെ എന്നും ഓർത്തു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി ഇങ്ങനെ ഹദിയകൾ നൽകിക്കഴിഞ്ഞാൽ അവരും നമ്മളും തമ്മിലുള്ള ആത്മീയ ബന്ധത്തെ നമുക്ക് നിലനിർത്താൻ കഴിയും. അത് നാളെയും നിലനിൽക്കുന്ന ഒരു ബന്ധമാണ്. അങ്ങനെയാണ് രക്തബന്ധത്തെക്കുറിച്ചും നമ്മുടെ വൈവാഹിക ബന്ധത്തെക്കുറിച്ചൊക്കെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ കുടുംബത്തെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി എക്കാലവും നമ്മുടെ ബന്ധത്തെ നിലനിർത്തി തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.